ായ ഉലമാക്കളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അത് കാരണം നമ്മുടെയൊക്കെ ഈമാനും തഖ്വയും ജീവിതത്തിലെ വിശുദ്ധിയും ഒക്കെ വർദ്ധിക്കാനും അല്ലാഹു നിമിത്തമാക്കി തരുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആഇന് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കടവും പ്രയാസമൊക്കെ ഉള്ള ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ എല്ലാ ബലാ മുസീബത്തുകളിലും ക്ഷമയും യഖീനും നൽകി മരിക്കുന്ന നേരം ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ആയത്തുൻ നൂറിന് ശേഷം അല്ലാഹു തആല അവന്റെ ഭവനങ്ങളെ, അള്ളാഹുവിന്റെ ഭവനങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ച ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫീ ബുയൂത്തിൻ അദ്നല്ലാഹ് എന്ന ആയത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠനത്തിന്റെ 3-ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു തആല വളരെ പവിത്രമെന്ന് വളരെ ഗൗരവത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹുവിന്റെ മസ്ജിദുകളെ സംബന്ധിച്ച്. മസ്ജിദുകളെല്ലാം പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്, അല്ലെ? എല്ലാ മസ്ജിദുകളും കഅബയിലേക്കാണ്. മുഅ്മിനായ മനുഷ്യന്റെ ലോകത്തെ എല്ലായിടത്തുമുള്ള മുഅ്മിനീങ്ങളുടെ ഇബാദത്തിന്റെ ജിഹത്ത്, ഇബാദത്തിന്റെ ഖിബില ഒന്നാണ്, പരിശുദ്ധമായ കഅബയാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും ഇബാദത്തിന്റെ ഖിബില കഅബയാണ്. ഇപ്പോ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്കും നിസ്കാരമുണ്ട്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, എല്ലാം. അലം തറ അന്ന അല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വന്നജ്മു വശ്ശജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ് വകസീറുൻ ഹഖ അലൈഹിൽ ഇഖാബ് ഹഖ അലൈഹിൽ അദാബ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഭൂമിയിലുള്ള സർവ്വതും, എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം. ചെടികൾ, മൃഗങ്ങൾ, മറ്റ് എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. മനുഷ്യന്റെ നിസ്കാരത്തിനും മനുഷ്യന്റെ ഇബാദത്തിനും ഖിബിലയുണ്ടെങ്കിൽ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളുടെ നിസ്കാരത്തിന് ഖിബിലയുണ്ടോ? അവർക്ക് ഖിബില വേണ്ടേ? അലം തറ, അങ്ങ് കണ്ടില്ലയോ നബിയേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യസ്ജുദു ലഹു, അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെ? മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരും. മൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾക്കാണ് മൻ എന്ന പ്രയോഗം അറബിയിൽ. ആഖലായ മനുഷ്യന്മാർക്കാണ് അല്ലാഹു തആല പരിശുദ്ധ അറബ് ഭാഷയിൽ തന്നെ മൻ എന്ന് പറയുള്ളൂ. ജീവനില്ലാത്തതിന് മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളത് എന്നർത്ഥം വരും. മൻ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളവർ.
അള്ളാഹുവിനെ തസ്ബീഹ് സുജൂദ് ചെയ്യുന്നു. ഭൂമിയിലുള്ളവരും പിന്നെ വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്നു. യാ അല്ലാഹ്. വന്നജൂം, നക്ഷത്രങ്ങളെല്ലാം അല്ലാഹുവിന്റെ ലോകമാണ്. വൽ ജിബാൽ, എല്ലാ പർവ്വതങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. ഖുർആന്റെ പ്രയോഗം നോക്കണം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു, അല്ലാഹുക്ക് സുജൂദ്. ആരൊക്കെ? അനങ്ങാൻ കഴിയാത്ത പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. വശജർ, ചെടികൾ, വൃക്ഷങ്ങൾ. വദ്ദവാബ്, ഭൂമിയിലൂടെ നടക്കുന്ന എല്ലാ ജീവികളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു, സുജൂദ് ചെയ്യുന്നു. വകസീറും മിനന്നാസ്, ഒരുപാട് ജനങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. മറ്റതൊക്കെ പറഞ്ഞു എല്ലാവരും, മനുഷ്യരിൽ കുറച്ചാളുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ആവില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവർ മനുഷ്യരിലുണ്ട്. പക്ഷേ മറ്റ് ജീവജാലങ്ങളെല്ലാം അല്ലാഹുവിന്റെ സുജൂദിലാണ്. എല്ലാം. വേറെടുത്ത് അല്ലാഹു തആല പറഞ്ഞു വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, ഈ ജീവജാലങ്ങളുടെ തസ്ബീഹും നിസ്കാരമൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ അവയൊക്കെ തസ്ബീഹിലാണ്, ഇബാദത്തിലാണ്, സുജൂദിലാണ്. ഇവക്കൊക്കെ സുജൂദിന് ഖിബിലയുണ്ട്. പള്ളികൾക്കുള്ള ഖിബില, നമ്മുടെ ഇബാദത്തിന്റെ ഖിബില അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബയെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾ, ആകാശത്തുള്ള ജീവജാലങ്ങൾ, പ്രപഞ്ചത്തിലുള്ള സർവ്വതിന്റെയും ഇബാദത്തിന്റെ ഖിബില ഏതാണ്? ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഭൂമി, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? മുഅ്മിനായ മനുഷ്യന്റെ റൂഹിന്റെ പ്രകാശമാണെന്നാണ്. മുഅ്മിനായ മനുഷ്യൻ എവിടെയാണോ ഉള്ളത്, അവർക്ക് ഏറ്റവും അരികത്ത് കിട്ടുന്ന മുഅ്മിനാരോ, ആ മുഅ്മിനായ മനുഷ്യന്റെ പ്രകാശം നോക്കി അതിന്റെ ഖിബലയായിട്ടാണ് ഈ ജീവജാലങ്ങളൊക്കെയും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത്, നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യാ അല്ലാഹ്. മുഅ്മിനായ മനുഷ്യന്മാർക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു സ്ഥാനാണത്. നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നത് ഭൂമിയെ ഖിബലയാക്കിയിട്ടാണ്. കാരണം ഭൂമിയിലാണ് അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. ആകാശലോകത്തൂടെ പറക്കുന്ന പറവകൾ ഭൂമിയാണ് അവരുടെ ഖിബല. ചെടികളും സസ്യലതാദികളും വീടുകളും ബിൽഡിങ്ങുകൾക്കും ഒക്കെ തസ്ബീഹുണ്ട്, എല്ലാറ്റിനും സുജൂദുണ്ട്, എല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഖിബല? അതിന്റെ പരിസരത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാണ്. സൂര്യന് സുജൂദുണ്ട്, സൂര്യന്റെ ഖിബല ഏതാണ്? ഭൂമിയാണ്, ഭൂമിയിലെ മുഅ്മിനീങ്ങളാണ്. ചന്ദ്രന്റെ സുജൂദിന്റെ ഖിബല ഏതാണ്? ഭൂമിയിലെ മുഅ്മിനീങ്ങളാണ്. ഇവിടെ ഒരു മുഅ്മിനായ മനുഷ്യനും ഇല്ലാതെ വരുന്നൊരു സമയം വരും, ഖിയാമത്ത് നാളാകുമ്പോ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങളുടെ സുജൂദിന്റെ ഖിബല നഷ്ടപ്പെടുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഖിയാമത്ത് നാൾ നടക്കാൻ പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്ന ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസ് അല്ലേ. സൂര്യൻ ഇങ്ങനെ എല്ലാ ദിവസവും സുജൂദിലാണ്. അസ്തമിച്ചു പോകുന്ന സൂര്യൻ സുജൂദ് ചെയ്തുകൊണ്ട് പോവാണ്. യാ അല്ലാഹ്. ആ സുജൂദ് ചെയ്തിട്ട് സൂര്യൻ പിന്നെ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ ഞാൻ ഉദിക്കട്ടെയോ എന്ന് ചോദിക്കുന്നു. അല്ലാഹു സമ്മതം കൊടുക്കുന്നു. അങ്ങനെ ഒരു നാൾ വരുമ്പോൾ ആ സൂര്യൻ അല്ലാഹുവിനോട് സമ്മതം ചോദിക്കും, ഞാൻ വരട്ടെയോ? തസ്ജുദു ഫലാ യുഖ്ബലു മിൻഹാ, സൂര്യൻ സുജൂദ് ചെയ്യും, സൂര്യന്റെ സുജൂദ് അല്ലാഹു സ്വീകരിക്കില്ല. ഇർജിഇ മിൻ ഹൈസു ജിഇതി, നീ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോ എന്ന് അല്ലാഹു സൂര്യനോട് പറയും. ഹൈസു തത്ലുഉ മിൻ മഗ്രിബിഹാ, അപ്പോഴാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികളെ സംബന്ധിച്ചാ പറയുന്നത്, പള്ളി നമ്മുടെ ഖിബലയുടെ ഖിബല നിർണയിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. മുഅ്മിനായ മനുഷ്യൻ ഈ ഭൂമിയിലെ ഒരുപാട് വസ്തുക്കളുടെ ഖിബലയാണ്. നമ്മൾ ഖിബലകളാണ്. നമ്മൾ ആ വിഷയം മനസ്സിലാക്കണം. എന്റെ സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതെ വരുന്നത്, ഈ ഹദീസ് ആഴത്തിൽ മനസ്സിലാക്കപ്പെടേണ്ട ഹദീസാണ്. അസ്തമിച്ചു പോകുന്ന സൂര്യൻ എന്ന് പറഞ്ഞത് ഓരോ നിമിഷവും സൂര്യന് അസ്തമയമെങ്കിൽ ഓരോ നിമിഷവും മറ്റു നാട്ടുകാർക്കത് ഉദയമാണ്. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോഴൊക്കെ സുജൂദിലാന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഓരോ സെക്കൻഡും അത് സുജൂദിലാണ്. ഖിയാമത്ത് നാളാകുമ്പോൾ സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം ഭൂമിയിൽ ഒരു മുഅ്മിന് പോലും ബാക്കിയാവാത്തൊരവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൊരു മന്ദമാരുതൻ ഒരു മനോഹരമായ കുളിർക്കാറ്റ് അടിച്ചു വീശും. ആ കുളിർക്കാറ്റ് എല്ലാ മുഅ്മിനീങ്ങളുടെയും കക്ഷത്തിലൂടെ, കൈകൾക്കടിയിലൂടെ കടന്നുപോകും.
അത് ഏത് ഗുഹയിൽ പോയി അവർ ഇരുന്നാൽ പോലും മുഅ്മിനിനെ ഈ മന്ദമാരുതൻ തേടിയെത്തും. ഫയമൂതൂൻ, അങ്ങനെ അവരെല്ലാം മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് തിന്മ ചെയ്യുന്ന തോന്നിവാസികളല്ലാതെ മറ്റാരും ബാക്കിയില്ലാത്തൊരു സമയം വരും. അവർക്ക് മീതയാണ് വഅലൈഹിം തഖൂമുസ്സാഅ, ഈ പ്രപഞ്ചത്തിന്റെ ഭീകരമായ അന്ത്യം സംഭവിക്കുന്നത് ഈ മോശപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തായി പറയുന്നത്? സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതെ വരുമെന്നാണ്. തസ്ജുദു ഫലാ യുഖ്ബലു മിൻഹാ, എന്തേ സ്വീകരിക്കപ്പെടാതെ വന്നത്? സൂര്യന് ഖിബലയില്ല. സൂര്യന്റെ സുജൂദിന് ഖിബലയില്ല. നമുക്ക് നിസ്കാരത്തിന് കഅബാലത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്, അല്ലേ? ഖിബല എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്, അത് കണ്ടെത്തിയേ പറ്റൂ. എങ്ങാനും പ്രയാസമുള്ള സ്ഥലത്താണെങ്കിൽ ഇജ്തിഹാദ് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ്. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മനസ്സിലാക്കണം എവിടെ ആയിരിക്കണം കഅബാലയത്തിന്റെ ദിശയെന്ന്. എന്നിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവൂ. എങ്ങനെ കിട്ടുന്ന നിസ്കരിച്ചു, പിന്നെ മനസ്സിലായി നിസ്കാരം ശരി തന്നെയായിരുന്നു, ആ നിസ്കാരം സ്വഹീഹാണോ? സ്വഹീഹാവില്ല. എന്തേ? അവന് ഖിബല ഉണ്ട് എന്ന തോന്നൽ, എന്ന ബോധ്യം നിസ്കാരത്തിന്റെ മുമ്പേ വേണം, നിസ്കാരത്തിൽ കിടക്കുന്നതിന് മുമ്പ് വേണം. സൂര്യന് ഖിബല നഷ്ടപ്പെടുന്ന നേരമാണ് ഖിയാമത്ത് സംഭവിക്കുക. നമ്മൾ ഈ ഹദീസിനെ ഈ സംഭവവുമായി ചേർത്ത് വായിക്കണം. അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് സൂര്യനോട് പറയും, നീ വന്ന വഴിക്ക് തിരിച്ചുപോ. അപ്പോഴാണ് ഇടത്തുനിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് അല്ലാഹു വലത്തുനിന്ന് ഇടത്തോട്ട് തിരിയാൻ പറയുക. അതാണ് നമ്മൾ സൂര്യോദയം പടിഞ്ഞാറ് കാണാൻ സാധ്യമാകുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ ഈ കറക്കം, ഭൂമി ഇപ്പൊ കറങ്ങുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അത് വലത്തുനിന്ന് ഇടത്തോട്ട് അല്ലാഹു തിരിയാൻ പറഞ്ഞാൽ സൂര്യ ഉദിക്കുന്നത് നമുക്ക് പിന്നെ എവിടെയാണ്? പിന്നെ പടിഞ്ഞാറാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ പ്രപഞ്ചത്തെ അല്ലാഹു തആല വളരെ അത്ഭുതകരമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. മുഅ്മിനായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ്. അതാണ് വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, അല്ലെ? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു പടച്ചത്. ഇതൊക്കെ പറയുമ്പോ ഒരുപാട് ജീവജാലങ്ങളുടെ തസ്ബീഹിന്റെയും സുജൂദിന്റെയും ഖിബലകളാണ് ഓരോ മുഅ്മിനായ മനുഷ്യനും എന്ന് തിരിച്ചറിയണം. അല്ലാഹു നമ്മെ അത്തരം നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു ചേർത്തുമാറാകട്ടെ.